ആന്റോ ആന്റണി MP, പത്തനംതിട്ട MP പരിങ്ങലിലായല്ലോ. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ തന്നെ പരിങ്ങലിലായിരുന്നു. തോൽക്കും എന്ന് വലിയ പ്രചാരണം. മണ്ഡലത്തിന് വേണ്ടി ഒരു കുന്തവും ചെയ്തിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ടിരിക്കുകയാണ്. എന്തു പറയുന്നു MP-യുടെ ഒരവസ്ഥയെപ്പറ്റി? അല്ല, നമ്മുടെ രാഷ്ട്രീയക്കാരിൽ പലരും ഇതേപോലെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിടിച്ചാൽ എല്ലാവരും അറിയുന്നു, ഇല്ലെങ്കിൽ അറിയില്ല എന്ന രീതിയിലാണ് മുന്നോട്ട്. ഇപ്പോൾ പുതിയ വന്ന ആരോപണം, ധനപരമായ കുറച്ച് ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ അതിശക്തമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ UDF ആയതുകൊണ്ടും UDF-ന്റെ നയസമീപനങ്ങളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉള്ളത് കൊണ്ടും ഒരുപക്ഷെ അന്വേഷണം, ഇനി അടുത്ത ഭരണം എങ്ങനെയാണ് എന്നതിനെയൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ UDF വിചാരിച്ചാലും രക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് വാസ്തവത്തിൽ അദ്ദേഹം എത്തിയിരിക്കുന്നത്. കാരണം ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ വരവിൽ കള്ളപ്പണം ഉണ്ടാക്കുമ്പോൾ കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. അതിന് പറ്റിയ വലിയ ഒരവസരം വീണ് കിട്ടിയില്ല. 2 തരത്തിലാണ് വീണ് കിട്ടിയിരിക്കുന്നത്. ഒന്നാമത്, അദ്ദേഹത്തെക്കുറിച്ചൊരു ആരോപണം, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറാണ് തിരുവല്ലയിൽ നിന്ന് നടത്തിയത്. ഇദ്ദേഹം തിരുവല്ലയിലെ ഒരു ധനമിടപാട് സ്ഥാപനത്തിൽ നിന്ന്, അതിൻ്റെ ഒരു പേര് സിൻഡിക്കേറ്റ് എന്നാണ് അത് അവസാനിക്കുന്നത്, അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിന്ന്, നെടുമ്പറമ്പ് ഫൈനാൻസ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹം 2 കോടി രൂപ കൊണ്ടുപോയതേ ഉള്ളേ, തിരിച്ചിതുവരെ കൊടുത്തിട്ടില്ല. ആകെ തിരിച്ചു കിട്ടിയത് 20 ലക്ഷം രൂപ മാത്രം. ഇതിനോടകം 1000 തവണ എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാനായിട്ടുള്ള NM രാജു, ചെയർമാൻ എന്ന് പറയുമ്പോൾ ഉടമ തന്നെ ആയിട്ടുള്ള NM രാജു പറയുന്നു, 1000 തവണ ചോദിച്ചു. അതിനും കണക്കുണ്ട്, അതിനും അദ്ദേഹത്തിന് കണക്കുണ്ട്. 1000 തവണ ചോദിച്ചു. ഒരു തവണ ചെന്ന് ചോദിച്ചത് ഇദ്ദേഹത്തിൻ്റെ മകള് തന്നെയാണ്. എൻ്റെ പൊന്നങ്കിളെ, ഒരു രക്ഷയില്ല, ആ പൈസ തിരിച്ചു തരണേ, ഞങ്ങൾക്ക് കടക്കണിയിലായിരിക്കുകയാണ് ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണ്, പിന്നെ ഞങ്ങൾ നടത്തുന്നത് ശരിയായ രീതിയിലല്ലെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ അറ്റാച്ച് ചെയ്തിരിക്കുക, കണ്ടുകെട്ടിയിരിക്കുക എന്നെല്ലാം പിന്നെ പറഞ്ഞു. ആന്റോ ആന്റണി ജനപ്രതിനിധിയൊക്കെ ആ കാര്യം ശരിയാണ്, കൊടുത്തില്ല പൈസ, ഇന്നുവരെ കൊടുത്തിട്ടില്ല. ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഇവരൊക്കെ ഈ വളഞ്ഞവരുടെ പൈസ ഉണ്ടാക്കുന്നത്. അതെ, വാസ്തവം ഇത്രയേ ഉള്ളെങ്കിൽ കുഴപ്പമില്ല. ഈ പൈസ എങ്ങനെയാ ചെന്ന് വാങ്ങിച്ചതെന്നുള്ളതാണ് രസം. ഇദ്ദേഹം ആ ഭാര്യയെ വിട്ടിട്ട്, അദ്ദേഹം നേരിട്ടല്ല പോയ, ഭാര്യ NM രാജു പറയുന്നതനുസരിച്ച് ഭാര്യയെ വിട്ടിട്ട് ആണ് ഈ പണം സംഘടിപ്പിച്ചത്. എൻ്റെ പൊന്നു രാജു സാറേ, ഞങ്ങൾക്കൊരു നിവർത്തിയില്ല, ബാക്കിയുള്ളവരെല്ലാം ഭയങ്കര ക്യാമ്പയിൻ നടത്തുന്നു, ഞങ്ങളുടെ കയ്യിൽ 5 പൈസയ്ക്ക് വഴിയില്ല. ഈ അരനാഴിക നേരം സിനിമയ്ക്കകത്ത് കുഞ്ഞോനച്ഛൻ പറയുന്നത് പോലെ, അയ്യോ ഞങ്ങൾക്കൊന്നുമില്ല, ബിറോഹരി കൂടുതൽ കിട്ടണമെന്ന്, അതിൻ്റെ ആർത്തിക്ക് വേണ്ടി പറഞ്ഞു, ഞങ്ങൾക്കൊന്നുമില്ലെന്ന്. ഇത് കേട്ടിട്ട് മനസ്സലിഞ്ഞ NM രാജു. അന്ന് അദ്ദേഹം കോൺഗ്രസ് മുന്നണിയോടൊപ്പം കേരള കോൺഗ്രസ് വിഭാഗത്തിലായിരുന്നു, മാണി വിഭാഗത്തിൽ. അവരൊരു ഒരാത്മാവും ഇരുമെയ്യുമാണല്ലോ. ആ പൈസ കൊടുത്തു, 2 കോടി രൂപയാണ് കൊടുത്തത്. ആ 2 കോടി MP ആയി കഴിയുമ്പോൾ ഇതൊക്കെ ഈസി അല്ലേ? MP ആയി, പക്ഷേ പൈസ തിരിച്ചു വന്നില്ല. അറിയാമല്ലോ, തിരിച്ചു വന്നതേ ഇല്ല ഇന്ന് വരെ. ഇപ്പം MP പറയുന്നത് എന്താണ്? ഞാൻ തിരിച്ചു കൊടുത്തു എന്താണെന്ന് പറയുന്നില്ല, പൈസയാണെന്ന് പറയുന്നില്ലെന്ന് മാത്രമല്ല, അത് എത്ര രൂപയാണെന്ന് പറയുന്നില്ല. അവിടാണ് 2 ചെകുത്താനെന്ന് പറയുന്നത്. ഇത് കടൽ ഇതുവരെ പറഞ്ഞ ചെകുത്താനുമായി എങ്ങനെയാണെന്ന് അറിയാമോ? എന്താ കാര്യമെന്നറിയാമോ? ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് ഈ പണം എന്നാണല്ലോ പറഞ്ഞത്, NM രാജു പറഞ്ഞത്. അത് വലിയൊരു കുരുക്കാണ്. ഒരു ലോകസഭ, അവിടെയാണ് പരിധിയുണ്ടല്ലോ, ലോക്സഭാ മെമ്പർക്ക് തൻ്റെ മണ്ഡലത്തിൽ പ്രചാരണത്തിന് വേണ്ടി ചെലവഴിക്കാവുന്നതിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഉയർന്ന തുക എന്ന് പറഞ്ഞാൽ 95 ലക്ഷം രൂപ. അതിൽ നിന്നൊരു പൈസ കൂടുതൽ ചെലവഴിക്കാൻ പാടില്ലെന്നുള്ളതാണ് നമ്മളുടെ തെരഞ്ഞെടുപ്പ് ചട്ടം. മനസ്സിലായോ? തെരഞ്ഞെടുപ്പ് ചട്ടം അങ്ങനെ അയോഗ്യത എന്ന് മാത്രമല്ല, ഈ MP സ്ഥാനം നൽ ആൻഡ് വോയിഡായിട്ട് പ്രഖ്യാപിക്കാം. ഇത്രയും നാള് പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ വാങ്ങിച്ച ശമ്പളവും ആനുകൂല്യങ്ങളും തിരിച്ചു കൊടുക്കേണ്ടി വരും. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തെ കബളിപ്പിച്ചിരിക്കുന്നു. അതിലും വലിയൊരു പ്രശ്നം ഇതിലുണ്ട് സാറിന് അറിയാമല്ലോ. അതായത്
ഇവര് ഇലക്ഷനിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഡിക്ലറേഷൻ കൊടുക്കുമല്ലോ ആ സെറ്റിനെ സംബന്ധിച്ച്. ആ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തതിനേക്കാൾ കൂടുതൽ ഉണ്ടെന്ന് ഈ ED അന്വേഷണത്തിൽ കണ്ടാൽ, അതായത് സ്വത്ത് വിവരം പ്രഖ്യാപിച്ച സത്യവാങ്മൂലം കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ അതിൽ കൂടുതലുണ്ടായിരുന്നുവെന്ന് ഈ EDയുടെ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ തെളിഞ്ഞാലും ഇതേ കാര്യം വരും. അതിന് ഈ എമൗണ്ട് അല്ലാതെ മറ്റ്, അതായത് ഈ എമൗണ്ട് ഒരു പ്രശ്നമാണെങ്കിൽ ഇത് കൂടാതെ അന്വേഷണം വരുമ്പോൾ സമഗ്രമായിട്ടാണ് വരുന്നത്. മറ്റതൊരു പ്രഖ്യാപനമാണ്, പരിശോധനയില്ല. പക്ഷെ ഇതെന്ന് വെച്ചാൽ പരിശോധന വരികയാണ്. ആ രീതിയിലും വലിയൊരു കുടുക്കിലേക്കാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. കുടുക്കിൽ പെട്ടു എന്ന് പറഞ്ഞാൽ മതി, ഒരു കൂടുതലൊന്നും പറയണ്ടല്ലോ. ആ പെട്ടു എന്നുള്ളതിലപ്പുറം ഇദ്ദേഹം എമൗണ്ട് പറയുന്നില്ല, പഠിച്ച കളനെ ഒന്നുമില്ല എന്ന് പറഞ്ഞൊരു കള്ള ലക്ഷണത്തിലാണ് ഇദ്ദേഹത്തിന്റെ മറുപടികളെല്ലാം. വിട്ടുകൊടുക്കുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കുഴപ്പത്തിലാവും, പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല. പക്ഷേ ED ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുത്ത സോഴ്സ് 2 കോടി ചെലവാക്കിയ അത് എന്തിനൊക്കെ, ഇതെല്ലാം അവിടെ അക്കൗണ്ടബിൾ ആണ്. അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അതൊന്നും പാലിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കള്ളക്കണക്കാണ് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജനാധിപത്യവും ഭരണഘടനയാണല്ലോ തലയിൽ പൊക്കി പിടിക്കുന്നത്. അതിന് രണ്ടിനും എതിരാ. എന്ന് മാത്രം രാജീവ് ഗാന്ധി കാലം മത്സരിക്കാൻ പറ്റില്ല, കിട്ടിയ തുക മുഴുവൻ തിരിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള വകുപ്പുകൾ അങ്ങോട്ട് വയ്ക്കും. വകുപ്പുകളുണ്ട് അതിന്. ആ തരത്തിലേക്ക് MP സ്ഥാനവും നഷ്ടപ്പെടും. ഇതിപ്പോൾ വന്നിരിക്കുന്നത് MV ഗോവിന്ദൻ മാഷ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഇത് ഏറ്റെടുക്കും. പണാധിപത്യത്തിൻ്റെ ഉദാഹരണമാണിത്. അത് അന്നേ സംശയം ഉണ്ടായിരുന്നു, ഇയാൾ തോറ്റുപോകും, മണ്ഡലത്തിന് വേണ്ടി ഒരു കുന്തവും ചെയ്തിട്ടില്ല. സോണിയാഗാന്ധിയുടെ അടുപ്പം ഉണ്ടായതുകൊണ്ട് അയാൾക്ക് അവിടെ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കാൻ അവസരം കിട്ടി. കാര്യം ശരി. മണ്ഡലത്തിൽ ഇന്ന് പത്തനംതിട്ടയിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരൊറ്റ സ്ഥാപനം. പണ്ട് KK നായർ എന്ന് പറഞ്ഞൊരു MLA ഉണ്ടായിരുന്നു. അയാൾ മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസനമല്ലാതെ ഒരു കുന്തവുമില്ല. ശബരിമല എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ എന്ത് കുന്തമാണ് ശബരിമലയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്? ആകെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയിട്ട് സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു ചരട് വെട്ടിച്ചു കൊടുത്തു. എന്തോ വലിയ സംഭവം. നിങ്ങളുടെ മകൻ ഇത് പറഞ്ഞ് ഇതങ്ങോട്ട് കെട്ടിയാൽ മകൻ രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രധാനമന്ത്രിയാവുമെന്ന് പറഞ്ഞ് കെട്ടിക്കൊടുത്തതാണ്. പിന്നെ അതിനുശേഷം അധോഗതിയാണ് വന്നുകൊണ്ടിരിക്കുന്ന മകനെ. അപ്പോൾ ഈ കള്ളപ്പോറ്റിയെ കൊണ്ടുപോയി അവിടെ ചെയ്യിപ്പിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ വേറൊരു കാര്യവും അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുമില്ല. അപ്പോൾ കുടുങ്ങാൻ വേറൊരു കാര്യം കൂടെ, ശബരിമല കേസിലെ തന്ത്രിയായിട്ടുള്ള രാജീവ് കണ്ഠരര് ഈ സ്ഥാപനത്തിൽ 2.5 കോടി രൂപ ഇട്ടു എന്നൊരു കേസുണ്ട്. ഇതിപ്പോൾ NM രാജു അതിന് മറുപടി പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ മുഖവും ഭാഷയും ഒക്കെ കണ്ടാൽ നമുക്കറിയാം. അതിന് തെളിവ് എന്തെങ്കിലും ഉണ്ടോ, രേഖ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് ഇട്ടിട്ടില്ല എന്ന് പറയുന്നില്ല. പിന്നെ വേറൊരു MP അല്ല, NM രാജു എന്ന് പറയുന്ന പിന്നെ ചെയർമാൻ ഓഫ് ദി ബാങ്ക്, നെടുമ്പറമ്പിൽ സിൻഡിക്കേറ്റ്, നെടുമ്പറമ്പിൽ ഫിനാൻസ് സിൻഡിക്കേറ്റ് എന്നായിരുന്നു. സിൻഡിക്കേറ്റ് എന്നുള്ളത് ശരിയായ വാക്കാണ്. അപ്പൊ ഇദ്ദേഹത്തിന് കൊടുത്തതിന് തെളിവൊന്നുമില്ല, രേഖകളില്ല. ആ ബലത്തിൽ ചിലപ്പോൾ ആന്റണിക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ ഒരു മൊഴിയാണ്, സാക്ഷിമൊഴിയായിട്ട് എടുക്കാൻ രക്ഷപ്പെടാൻ പറ്റില്ല. ഇല്ല. എന്താണെന്നറിയോ, ആന്റണിക്ക് പൈസ കൊടുത്തത് ഈ 2 കോടി രൂപ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് കെട്ടുകളായിട്ടോ ഓൺലൈൻ പേയ്മെന്റ് ആയിട്ടോ 2 രീതിയിൽ കൊടുക്കാം. സാധ്യത കൂടുതൽ ഓൺലൈൻ പേയ്മെന്റിനാണ്. ഇത് ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക്, ഇദ്ദേഹത്തിന്റെ ആരുടെയൊക്കെ കയ്യിലേക്ക് ബിനാമിയായിട്ടാണോ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനൊക്കെ ചെലവഴിച്ചു എന്നുള്ള ഡിജിറ്റൽ എവിഡൻസ് ഉള്ള ഒരു ലോകത്താണ് നമ്മൾ. അവിടെ കൊടുക്കാൻ സാധ്യതയുണ്ട്, നിഷേധിക്കാൻ പറ്റില്ല. ED അതിന് പരമാവധി അത് മുതലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും ആ കുടുക്കുണ്ട്. ഇതുകൂടാതെ വേറൊരു കാര്യമുള്ളത്, ഇവർ പറയുന്ന ഒരു കാര്യം, അത് തന്ത്രി പൈസ തന്നതിന് തെളിവ് വല്ലതും ഉണ്ടോ? അത് മിക്കവാറും നോട്ട് കെട്ടായിട്ടായിരിക്കും. കാരണം രേഖയില്ലാതെ കൊടുക്കുന്നത്. കാരണം തന്ത്രിയുടെ ഓൺലൈനായിട്ടല്ല കിട്ടുന്നത്, എല്ലാം ക്യാഷ് ആയിട്ടാണ് കിട്ടുന്നത്. അവിഹിത സമ്പാദ്യമാണ് പറയും. ഇതിനിടയ്ക്ക് NM രാജു ഒരു വാക്യം പറഞ്ഞതിലാണ് എനിക്ക് സംശയം. അത് നടക്കുന്നത് 22, 23, 24 വർഷങ്ങളിൽ. ഏത് നടക്കുന്നത്? തന്ത്രിയെ പറ്റി പറഞ്ഞപ്പോൾ 3 വർഷങ്ങളിലായിട്ട് നടക്കാത്തൊരു കാര്യം എന്ന് പറയും. അതായത് 18-ാം തീയതി ഞാൻ സ്ഥലത്തില്ലായിരുന്നു, സംഭവം അറിഞ്ഞു കൊടുത്തത് 18-ാം തീയതി. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അയാൾ സ്ഥാപിച്ചു വരുന്ന 22, 23, 24 വർഷങ്ങളിലാണ് തന്ത്രിയുടെ കാര്യം നടക്കുന്നത്. പക്ഷേ 2019 തെരഞ്ഞെടുപ്പിലാണ് പിന്നെ ആന്റണി പൈസ അടിച്ചുകൊണ്ട് പോകും. ഇതാരാ പറയുന്നത്? ഈ NM രാജു എന്ന് പറയുന്ന ബാങ്കിന്റെ ചെയർമാൻ തന്നെ. 2019 ഇദ്ദേഹം വാങ്ങിച്ചുകൊണ്ട് പോയി. ശബരിമലയായിട്ട് ബന്ധമില്ലെന്ന് പറയാൻ അത് നടക്കുന്നത് 2022, 23, 24 ആ പത്രസമ്മേളനത്തിൽ ആ വാക്യമുണ്ട്. ഏത് നടക്കുന്നത്? തന്ത്രിയെ എനിക്കറിയത്തില്ല, കുടുംബങ്ങളിലെ. അത് വേണമെന്നില്ലല്ലോ, അറിയണമെന്നില്ലല്ലോ. പൈസ ഒരു നിക്ഷേപകൻ, ഇപ്പൊ ഞാൻ നിക്ഷേപിച്ചിട്ടുള്ള ബാങ്കുകാരൻ എന്നെ അറിയണമെന്നുണ്ടോ? പൈസ കിട്ടിയാൽ പോരെ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങൾ. എന്തായാലും ആന്റണിയെ ചോദ്യം ചെയ്യാൻ പോകുന്നുണ്ട് ED. വരട്ടെ വിവരങ്ങൾ പുറത്ത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.